ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊട്ടാറ്റോ ചില്ലി ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അധികം വെജിറ്റേറിയൻസിന് പൊട്ടാറ്റോ ചില്ലിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമായിരിക്കും. അതേസമയത്ത് നോൺ വെജിന് ചില്ലി ചിക്കനും മറ്റുള്ളതെല്ലാം ഉണ്ട്. ഇത് പൊട്ടാറ്റോ ചില്ലി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മുറിച്ചിട്ട് സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക. ഇതേപോലെ ബാക്കി 3 പൊട്ടാറ്റോയും കൂടി മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കറുത്ത് പോകും. അതുകൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇതൊരു 4 പൊട്ടാറ്റോ ഒന്ന് ക്യൂബാക്കി മുറിച്ച് വെച്ചിട്ടില്ല. ഇതിനി നല്ലോണം കഴുകി വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഇത് ഇട്ടിട്ട് ഒരു 3 മിനിറ്റിന് നേരം നല്ലോണം വേകണം. വെന്ത് ഉടയാൻ പാടില്ല, വെന്ത് ഹാഫ് വേവായിട്ട് എടുക്കുക. ഇത് നമുക്ക് നോക്കാം. ഇത് വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. ഇതിൽ ഉരുളക്കിഴങ്ങിട്ടുണ്ട്. അതിന് പാകത്തിന് വേണ്ടുന്ന ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഉരുളക്കിഴങ്ങിന് വേണ്ടുന്ന ഉപ്പിട്ട് ഇതിന് നല്ല ശരിക്കും കുറച്ച് സമയം കൂടി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വേവണം. വെന്ത് കഴിഞ്ഞിട്ട് സ്ട്രെയിൻ ചെയ്യണം. അപ്പോൾ വേവാനായിട്ടില്ല, വേവട്ടെ. ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞ്, അധികം ആഡ് ചെയ്യാൻ പാടില്ല, ഒരു ഹാഫ് വേവ് മതി. ഇതിന് ഞാൻ സ്റ്റൗ ഓഫാക്കുന്നതാണ്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം, വെള്ളം മുഴുവനും അരിച്ചെടുക്കണം. ഇതിപ്പം നല്ല സ്ട്രെയിൻ ആയിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ലാണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം, മുളക് പൊടി ഒക്കെ ഒന്നത് ആവി പോട്ടെ. ഇത് ഹീപ്ഡ് സ്പൂണാണ് മൈദ, 3 സ്പൂൺ മൈദ. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവറും ചേർക്കാം. എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല ഇപ്പോൾ, അതുകൊണ്ട് മൈദ. ഇത് റെഡ് ഫുഡ് കളറാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് മുളക് പൊടി, ആവശ്യത്തിന് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ ജാസ്തി എടുക്കുക. ഇത് ഞാനിപ്പോൾ 1 സ്പൂൺ എടുത്തിരിക്കുന്നത്. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ പൊടിയിടാം, അല്ലെങ്കിൽ കുറച്ച് ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, അതിൽ കുറച്ച് ഉപ്പ്. ഇത് നന്നായിട്ട് വരക്കുക, നല്ലോണം മിക്സ് ചെയ്യണം. ഇത് ഉടഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ട് നല്ല വെള്ളം വേണ്ടിക്കാൻ കുറേശ്ശെ വെള്ളം തെളിച്ച് ഇത് ഉടച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, അധികം വെള്ളമായി പോകാൻ പാടില്ല. പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇതിൻ്റെ മസാല ഇതിൻ്റെ മേലെ പിടിക്കണം. മസാല നന്നായിട്ട് ഇങ്ങനെ ചേരാതെ വിധത്തിലാക്കാതെ നന്നായി ചേർന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ടിട്ട് തിരിച്ചിടുമ്പോൾ ഇതൊക്കെ ഒട്ടി നിൽക്കില്ല, വെവ്വേറെയാവും. ഇടുമ്പോൾ മാത്രം കുറച്ച് സിമ്മിലാക്കി, പിന്നെ കുറച്ച് നല്ല ഫാസ്റ്റിലാക്കുക.
നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ഇത് വെജിറ്റേറിയൻസിനൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. കാരണം ഉരുളക്കിഴങ്ങാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ ചില്ലി ചിക്കൻ കഴിക്കുന്ന മാതിരി തന്നെ തോന്നും. അപ്പോൾ അവർക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാവും. ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരിക്കും. ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാകും. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് നല്ല കളർ മാറിയാൽ എടുക്കുക. ഇത് ഏകദേശം എടുക്കാനായി. നല്ലോണം മൂത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ട് നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ട് ഇത് കോരിയെടുക്കുക. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഇതിലിട്ടിട്ട് കോരിയെടുത്ത് കറിവേപ്പില ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇതിന് എൻ്റെ മേലെ തൂവിയാൽ ഇത് കഴിക്കുമ്പോൾ കറിവേപ്പില കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ പൊട്ടാറ്റോ ചില്ലി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉരുളക്കിഴങ്ങായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ട് വായിലിട്ടാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇത് മസാല പേർക്കുമ്പോൾ അധികം വെള്ളം ഇല്ലാതെ വെള്ളം അധികമായി പോകാൻ പാടില്ല. പൊട്ടാറ്റോസിനെല്ലാം ഇടയ്ക്കിടയ്ക്ക് നല്ലോണം പിടിക്കണം, മസാല പിടിക്കണം. എന്നിട്ട് നല്ല തിളക്കുന്ന എണ്ണയിൽ ഇടണം, എന്നാലേ നന്നായിട്ട് വരും. പിന്നെ കുറച്ചാലും സാരമില്ല, എണ്ണ നല്ല ഹീറ്റായിരിക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളെല്ലാവരും സുഖമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ബൈ.